നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരിക്കും ഖദീജ മൻസിലിനുമിടയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം. 2 കാറുകളും ഒരു ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാർ ടയർ പഞ്ചറായതോടെ നിയന്ത്രണം വിട്ട് പട്ടാമ്പി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇരു കാറുകൾക്കുമിടയിൽപ്പെട്ട പെരിങ്ങോട് സ്വദേശിനിയായ ബൈക്ക് യാത്രക്കാരിക്ക് അപകടത്തിൽ പരിക്കേറ്റു. കാർ യാത്രക്കാർ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. ക്ലീനപ്പ് കേരള എന്ന പേരിൽ SYS കൂറ്റനാട് സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല ഗവൺമെന്റ് ആശുപത്രി വളപ്പിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് വൃത്തിയാക്കി. പച്ചമണ്ണിന്റെ ഗന്ധമറിയുക, പച്ചമനുഷ്യരുടെ രാഷ്ട്രീയം പറയുക എന്ന പ്രമേയത്തിൽ SYS നടത്തിവരുന്ന പരിസ്ഥിതി സാക്ഷരത സാമായികം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി നടന്നത്. സർക്കിൾ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കമാലുദ്ദീൻ തങ്ങളുടെ അധ്യക്ഷതയിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. 1-ാം വാർഡ് മെമ്പർ ഗോപിനാഥൻ, മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ബാബു ഹാജി, ഗഫൂർ തൃത്താല, അബ്ദുൾ ഗഫൂർ കൂറ്റനാട്, ഷിഹാബുദ്ദീൻ അഹ്സനി, ബഷീർ സുഹരി തൃത്താല, അഷ്റഫ് അഷ്റഫി, നാസർ പെരുമണ്ണൂർ, താഹിർ തൃത്താല, നൌഷാദ് ചാലിശ്ശേരി എന്നിവർ പങ്കെടുത്തു. CP അബ്ദുൾ കരീം സ്വാഗതവും CV മുഹിയുദ്ദീൻ ഫാദിലി നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ ജീവിതത്തിന് സമൂഹത്തെ പാകപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സാമായിക വാരം ആചരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന് ആഗോള വ്യാപകമായി നടക്കുന്ന പരിശ്രമങ്ങളോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് ക്യാമ്പയിൻ എന്ന് സംഘാടകർ പറഞ്ഞു. CCTV ന്യൂസ് തൃത്താല. കൊപ്പത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. മുൻ MLA CP മുഹമ്മദ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ആമയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു അനുമോദനം. മുൻ MLA CP മുഹമ്മദ് അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെയുള്ള ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളർന്നു വരുന്ന തലമുറയിലെ പഠിതാക്കളെ അവരുടെ വിജയം അംഗീകരിച്ചുകൊണ്ട് അവരെ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ചടങ്ങ് ഞാൻ 15 വർഷം MLA ആയിരുന്ന കാലഘട്ടത്തിൽ എല്ലാ വർഷവും നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് യശസ്വരീരനായ മഹാരാഷ്ട്ര ഗവർണർ ശ്രീ K. ശങ്കരനാരായണനായിരുന്നു. കരിങ്ങനാട് കുന്നിലെ സുമംഗലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആ പരിപാടി നടത്തിയത്. ഈ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി സ്കൂളിലെയും കോളേജിലെയും പ്രശസ്ത വിജയം കൈവരിച്ചവർക്ക് എല്ലാ വർഷവും നൽകിയിരുന്ന അത്തരത്തിലുള്ളൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നതായി അറിവില്ല. അത് നടത്താത്തത് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയുള്ള ഒരു ട്രോഫി നൽകുമ്പോൾ അതിൻ്റെ സാമ്പത്തിക മൂല്യം വളരെ വലുതാണ് എന്നുള്ളത് വിചാരിച്ചിട്ടല്ല ഈ പരിപാടി നടപ്പാക്കുന്നത്. ആമയൂർ മണ്ഡലം പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. KPCC നിർവാഹക സമിതി അംഗം റിയാസ് മുക്കോളി മുഖ്യാതിഥിയായി. PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, അഡ്വക്കേറ്റ് രാമദാസ്, M. രാധാകൃഷ്ണൻ, AP രാമദാസ്, ET ഉമ്മർ, ആസീസ് പട്ടാമ്പി, ഗീതാ മണികണ്ഠൻ, ജയശങ്കർ കൊട്ടാരത്തിൽ, ഷെഫീന ഷുക്കൂർ, K. ശ്രീജേഷ്, പുണ്യ സതീഷ് മറ്റു മണ്ഡലം പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെ വരവേൽക്കാൻ ക്ലാസ് മുറി വർണ്ണാഭമാക്കുന്നതിന്റെ തിരക്കിലാണ് തിരുവേഗപ്പുറ തെക്കുമല ALP സ്കൂളിലെ അധ്യാപിക പ്രിയ മേനോനും മകൾ ആർദ്രലക്ഷ്മിയും. ഒരാഴ്ചയോളമായി ക്ലാസ് മുറി വർണ്ണാഭമാക്കുന്നതിന്റെ തിരക്കിലാണ് ഇരുവരും. തിങ്കളാഴ്ച പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വിദ്യാലയങ്ങളെല്ലാം പ്രവേശനോത്സവത്തോടെ കുട്ടികളെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ തെക്കുമല ALP സ്കൂളിലെ അധ്യാപിക പ്രിയ S. മേനോനും മകൾ ആദ്രലക്ഷ്മിയും ദിവസങ്ങളായി സ്കൂളിലെ ചുമരുകൾ വർണ്ണാഭമാക്കുന്ന തിരക്കിലാണ്. സ്കൂളിലെ 3-ാം ക്ലാസ് അധ്യാപികയാണ് പ്രിയ S. മേനോൻ. പുതിയ കെട്ടിടത്തിലാണ് ഈ വർഷം മുതൽ സ്കൂളിന്റെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ പുതിയ ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുമ്പോൾ കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന കാഴ്ചകൾ ഒരുക്കാനാണ് ടീച്ചർ തീരുമാനിച്ചത്. അമ്മയുടെ തീരുമാനത്തിന് മകൾ ആദ്രലക്ഷ്മിയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ സ്കൂളിലെ ക്ലാസ് മുറികളുടെ ചുമരുകൾ വർണ്ണപ്രപഞ്ചമായി മാറി. ഇത് ALP സ്കൂൾ തെക്കുമല പട്ടാമ്പി സബ് ജില്ലയിൽ നടുവട്ടത്തിനടുത്തുള്ള സ്കൂളാണ്. ഞാനിവിടുത്തെ 3-ാം ക്ലാസ്സിലെ അധ്യാപികയാണ്. അപ്പോൾ ഈ വർഷം നമ്മുടെ സ്കൂള് പഴയ ബിൽഡിംഗ് ഒക്കെ മാറ്റി പുതിയത് പണിതതാണ്.
അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കൊരു അട്രാക്ഷൻ വേണമല്ലോ, പഴയ നമ്മുടെ ടിപ്പിക്കൽ ക്ലാസ് റൂമുകളാവരുതല്ലോ. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളെയും മൃഗങ്ങളെയും എല്ലാം വരച്ച് ക്ലാസ് റൂം ഒന്ന് ഭംഗിയാക്കാമെന്ന് കരുതിയതാണ്. അതിനായിട്ട് എൻ്റെ മകളാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് വരയ്ക്കാൻ ഐഡിയ ഇല്ല. അപ്പം അവളതിൽ വരച്ച് എന്നെ കുറേ സഹായിച്ചു. അതിനകത്ത് കളറ് ഫില്ല് ചെയ്യൽ മാത്രമായിരുന്നു എൻ്റെ ജോലി. എന്തായാലും അവൾ വളരെ മനോഹരമായിട്ട് അത് വരച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. കുട്ടികൾക്കത് ഏറ്റവും ആസ്വാദ്യകരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുട്ടികളുടെ ഇഷ്ടതാരങ്ങളായ കാർട്ടൂൺ കഥാപാത്രങ്ങളും മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാം ചിത്രങ്ങളാണ് ചുമരിൽ ഒരുക്കിയിരിക്കുന്നത്. ചിത്രരചനയിൽ വലിയ പ്രാവീണ്യമില്ലെങ്കിലും ഇവർ വരച്ചു തീർത്തത് മനോഹരങ്ങളായ ചിത്രങ്ങളാണ്. അക്രിലിക് പെയിന്റ് ഉപയോഗിച്ചുള്ള വർണ്ണചിത്രങ്ങളാൽ ക്ലാസ് മുറിയുടെ ചുമരുകൾ നിറഞ്ഞു കഴിഞ്ഞു. നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയാണ് ആദ്രലക്ഷ്മി. ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആദ്രയാണ്. അമ്മ അനുയോജ്യമായ പെയിന്റുകൾ നൽകും. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഇരുവരും ഇതിന്റെ പണിപ്പുരയിലായിരുന്നു. ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. മണ്ണ് ഖനന മേഖലയിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ചളിയും കല്ലുമെത്തി. റോഡ് തകർച്ചയിൽ ജനം പൊറുതിമുട്ടി. റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആവലാതിയുമായി നാട്ടുകാരും. കഴിഞ്ഞ ദിവസമുണ്ടായ അതിശക്തമായ മഴയിലാണ് തണ്ണീർക്കോട് ഹെൽത്ത് സെന്ററിന് സമീപമുള്ള കുന്നിൻ മുകളിൽ നിന്നും കല്ലും മണ്ണും കുത്തിയൊലിച്ച് താഴേക്ക് വരികയും റോഡ് തകരുകയുമുണ്ടായത്. പ്രദേശത്തെ ജനങ്ങളാകെ ഉരുൾപൊട്ടൽ ഭീഷണിയിലാകുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘത്തിനു മുന്നിൽ ആവലാതിയും പ്രതിഷേധവുമായി നാട്ടുകാരുമെത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് പട്ടാമ്പി തഹസിൽദാർ TG ബിന്ദു, ജില്ലാ ജിയോളജി ഓഫീസർ MV വിനോദ്, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഭൂരേഖ ഓഫീസർ P ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ കൃഷ്ണകുമാർ, സെയ്ദ് മുഹമ്മദ് എന്നിവരടങ്ങുന്ന ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഘം തണ്ണീർക്കോട് പ്രദേശത്തെ മണ്ണ് ഖനന മേഖലയിലെത്തിയത്. ചാലിശ്ശേരി, കപ്പൂർ അതിർത്തി പ്രദേശങ്ങളിലെ മണ്ണ് ഖനന മേഖലകളിലും തകർന്ന പാതകളും സന്ദർശിച്ച് ഉദ്യോഗസ്ഥ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. എന്റെ 13 ആളുകൾ അറിയിക്കേണ്ടി വരുന്നത് പകലായ കാരണമാണ് നമുക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തിട്ട് വെള്ളം ഒഴിവാക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ വല്ലാത്തൊരു ദുരന്തമാണ് ഇവിടെ ഉണ്ടാവുക. ഈ രൂപത്തിലൊക്കെ പാസ് കൊടുക്കുമ്പോൾ സാറുമാർക്ക് ഒന്ന് ഇതൊക്കെ ജനങ്ങളിലാണ് ഒന്ന് 4 ഭാഗത്തും ജീവൻ കൊണ്ടാണ് നിങ്ങൾ കളിച്ചിട്ടുള്ളത്. എന്ത് നടത്തിയിട്ടാണ് ഈ രൂപത്തിൽ മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് പെരുമാറുന്നത്. ഇത് പൈസ എന്തും ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. ഒരു തുള്ളി വെള്ളം താഴത്തേക്ക് വരില്ലായിരുന്നു. പിന്നെ ഇത് എവിടേക്കാ പോവാ? ആകാശത്തേക്കാ വെള്ളം പോവാ? അല്ലെങ്കിൽ നിങ്ങൾ അപ്പുറത്തേക്ക് പുറത്ത് പറഞ്ഞോളെ. മണ്ഡലത്തിൽ തന്നെ മൊത്തം പ്രശ്നങ്ങളാ. ഇപ്പൊ അടുത്താണ് പിന്നെ അവിടെ തിരുമറ്റക്കോടും അവിടെ പ്രശ്നമായിട്ട് പാറ ഈ കപ്പൂർ പഞ്ചായത്തിൽ മഴ പെയ്യാൻ തുടങ്ങിയതോടെ മണ്ണ് ഖനന മേഖലയിൽ നിന്ന് ചളിയും കല്ലും ഒലിച്ചിറങ്ങി വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതായി പ്രദേശത്തെ ജനങ്ങൾ പരാതിപ്പെട്ടു. താൽക്കാലിക പരിഹാരം കാണുന്നതിനായി മണ്ണ് ഖനന കരാറുകാരായ ശിവാലയ ഗ്രൂപ്പിലെ സൂപ്പർവൈസർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. ഇതോടെ ചളിയും മണ്ണും ജനവാസ കേന്ദ്രങ്ങളിലേക്കും റോഡിലേക്കും ഒലിച്ചിറങ്ങാതിരിക്കാൻ കരിങ്കല്ലുകൾ കെട്ടി മുൻകരുതലെടുക്കുമെന്ന് ഖനനം നടത്തുന്ന ഭൂവുടമകളും കരാറുകാരും ഉദ്യോഗസ്ഥ സംഘത്തിന് ഉറപ്പു നൽകി.
ചാലിശ്ശേരി പഞ്ചായത്തിലെ ഹെൽത്ത് സെന്ററിൽ ഇന്നലെയുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ റോഡിന് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിക്കുമെന്നും പറഞ്ഞു. പ്രദേശത്തു നിന്നും ഇനി മണ്ണ് കുത്തിയൊലിച്ച് വരാത്ത വിധം ഡ്രെയിനേജുകൾ നിർമ്മിക്കാനും റോഡിന് തകരാർ സംഭവിക്കാത്ത വിധം ഓവുപാലം നിർമ്മിക്കാനും സ്ഥല ഉടമകൾക്ക് നിർദ്ദേശം നൽകി. മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളമൊലിച്ചിറങ്ങാത്ത രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശം നൽകി. CCTV ന്യൂസ് തൃത്താല. വല്ലപ്പുഴ പഞ്ചായത്തിൽ ഹരിതകർമ്മസേനയ്ക്കായി പരിശീലനവും ആരോഗ്യസേനാ സംഗമവും നടന്നു. ഇതോടൊപ്പം ആയുർവേദ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഹരിതസേനാംഗങ്ങൾ പരിശീലനം നൽകിയത്. ഇതോടൊപ്പം ആയുർവേദ മരുന്നുകളും പ്രഥമ ശുശ്രൂഷ മരുന്നുകളും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോഗ്യപരമായ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങളായും മറ്റുമായും ഒക്കെ സ്വീകരിച്ചു പോകുന്നതാണ്. ഇത്തവണ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ സമൂഹത്തില് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം എന്നുള്ള നിലക്ക് നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മഴ അടുത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മഴക്കാലത്ത് നിങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രദ്ധ നിങ്ങൾക്കും വേണ്ടതുണ്ട്. അതിന് പ്രത്യേക നിർദ്ദേശം ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അലോപ്പതിയുടെയും അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറിയുടെയും നേതൃത്വത്തിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിനകത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പരിപാടി, ഒരു ചെറിയ സമയം നമ്മൾ എടുക്കേണ്ടി വന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം അധ്യക്ഷനായി. ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഷബാന തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായി ആറങ്ങോട്ടുകര മണ്ണേങ്കാട്ട് കോളനിയിലെ ജനങ്ങൾ. പ്രദേശത്തുള്ള കുന്നിൽ നിന്നും ഒലിച്ചിറങ്ങി വരുന്ന മണ്ണും ചെളിയും റോഡുകളിൽ നിറഞ്ഞതോടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാതെയായി. കൂടാതെ വീട്ടുമുറ്റങ്ങളിലേക്കും കിണറുകളിലേക്കും ചെളിയും മണ്ണും ഒഴുകിയെത്തിയതോടെ കുടിവെള്ളം പോലും ബുദ്ധിമുട്ടിലായ നിലയിലാണ്. പ്രദേശത്തുള്ള കുന്നിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിനു വേണ്ടിയാണ് കുന്നിടിക്കുകയും മണ്ണ് നികത്തുകയും ചെയ്തത്. ഈ മണ്ണാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത മഴയിൽ ഒലിച്ചിറങ്ങി റോഡിലേക്കും വീടുകളിലേക്കും എത്തിയത്. 3-4 തവണകളിലായി ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് മണ്ണ് റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചെങ്കിലും മഴ കനത്തതിനാൽ മണ്ണൊലിപ്പ് തുടരുകയാണ്. ഇതേ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചെറുതുരുത്തി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ദേശമലം പഞ്ചായത്തിൽ 15-ാം വാർഡിൽ പെട്ടിട്ടുള്ള മണ്ണേങ്കോട്ട് കോളനി ഭാഗത്തുള്ള എസ്റ്റേറ്റാണിത്. ഈ എസ്റ്റേറ്റിൽ പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയിട്ട് മണ്ണും ഇതെല്ലാം ഇളക്കിയിട്ടതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള വീടുകളിൽ താമസിക്കാനോ അതുപോലെ തന്നെ ഒന്നിനും ഇതിൽ വണ്ടി പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു വണ്ടി വാടക വിളിച്ചാൽ പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ റോഡ് പണി തന്നെ, പുതിയ റോഡ് പണി ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ. ആ റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ നിലയ്ക്ക് കിടക്കുന്നത്. നാളെ സ്കൂൾ തുറക്കുകയാണ്, കുട്ടികൾക്ക് പോകേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്ക് തന്നെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഈ ജനങ്ങളെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് എസ്റ്റേറ്റ് പടി പ്രദേശത്ത്, പരിസര പ്രദേശത്ത് മണ്ണേങ്ങോട്ട് കോളനിയിലേക്കുള്ള റോഡിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. നമ്മുടെ ആറങ്ങോട്ടുകര 15-ാം വാർഡിലെ ഒരു കോളനി പ്രദേശം കൂടി ഉൾപ്പെടുന്നതാണ് ഈ റോഡ്. അവിടെ ഏകദേശം ഒരു 45ഓളം കുടുംബം താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴി ഇവിടെ കൈതച്ചക്ക നടാൻ ആണെന്നുള്ള പേരിലാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടു പുറകിൽ കാണുന്ന കുന്ന് ഇടിച്ച് അതിൽ നിന്നും ഉള്ള മഴവെള്ളം വന്നിട്ട് ആ ചെളിയും മറ്റും റോഡിലേക്ക് വന്ന് ഇവിടെ ഈ വഴിക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.